Talking so much to the poltergeist. Trying to hold on to love, but it's frosting this time. Much but a light from a falling sky. The next day. Hey guys, good morning. Stay tuned in Goa. സോ ഇന്നലെ എനിക്ക് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ കുറച്ച് ക്ലിപ്സ് ആയിട്ട് കണ്ടാണ്. നല്ല ഭയങ്കര ഹെക്ടിക് ആയിരുന്നു. ലൈക്ക് ട്രാവലിങ് കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ആദ്യം സ്ലീപ്പറായിരുന്നു ബുക്ക് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഒട്ടും പറ്റാനിട്ട് AC-ലോട്ട് അപ്ഗ്രേഡ് ചെയ്തു. എത്തി കഴിഞ്ഞിട്ട് എനിക്ക് ആക്ച്വലി ഇച്ചിരി വയ്യാണ്ടായി. ഞാൻ വോമിറ്റ് ചെയ്തു. പിന്നെ എനിക്ക് രാത്രി കുറച്ച് ഫീവറിഷ് ആയിരുന്നു. ഇന്നലെ കുറച്ചൊരു ഡൾ ഡേ ആയിരുന്നു. വീക്കെൻഡ് അല്ലല്ലോ. ലൈക്ക് ഐ എം നോട്ട് യുവർ ടിപ്പിക്കൽ ഇൻഫ്ലുവൻസർ, റൈറ്റ്? ഐ ഹാവ് എ ഫുൾ ടൈം ജോബ്. സോ യാ, ഇന്നലെ വർക്കും ഉറക്കവും ശരിയായില്ല. ലൈക്ക് ട്രെയിനിൽ കിടന്ന് ഉറങ്ങിയാലും നോക്കാം, ബെഡിൽ കിടന്ന് ഉറക്കം അതൊന്നും ശരിയാവത്തില്ലല്ലോ. അപ്പം വന്നിട്ട് ഒന്ന് കുറച്ച് നേരം കിടക്കാൻ പറ്റാതെ ലൈക്ക് ഫുൾ ബിസി ആയിരുന്നു. പിന്നെ അങ്ങനെ ലൈക്ക് ഫുൾ നല്ല ഒരു ഇതിലായിരുന്നു. ആൻഡ് യാ, അപ്പം കുറച്ച് ക്ലിപ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. ഇന്നലെ ജസ്റ്റ് കോൾവ ബീച്ച് വിസിറ്റ് ചെയ്തു. പിന്നെ എന്തോ വേറൊരു ബെലാറ്റിനോ എന്തോ ഒരു ബീച്ച്, അവിടെയും വിസിറ്റ് ചെയ്തു. ലൈക്ക് വേറെ ഒന്നും ഇല്ലായിരുന്നു. രാത്രി ആയപ്പോഴായിരുന്നു ആക്ച്വലി രസം. അവിടെ അടുത്തൊരു ഷാക്കിൽ പോയി ഫുഡ് കഴിച്ചു. അവിടെ കുറച്ച് എന്തോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. നേരത്തെ വന്നു. പിന്നെ രാത്രി ആയപ്പോൾ എനിക്ക് നല്ല ഫീവർ ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ കുളിച്ച് കുറച്ച് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ. ആൻഡ് ഐ എം ഹാവിങ് മൈ കോഫി. സോ ഇന്നും ആക്ച്വലി വലിയ പ്ലാനൊന്നുമില്ല. ഇന്നും ലൈക്ക് ഇന്ന് ഫ്രൈഡേ ആണല്ലോ. അപ്പം ചെയ്ത് തീർക്കാനുള്ള വർക്കൊക്കെ ചെയ്തിട്ട് വീക്കെൻഡ് അടിച്ച് പൊളിക്കാനാണ് പ്ലാൻ. ബട്ട് ഞാൻ നിങ്ങൾക്ക് എയർബിഎൻബി അപ്പം എന്തായാലും കാണിച്ചു തരാം. ബട്ട് ലുക്ക് അറ്റ് ദിസ് വ്യൂ. Wait a minute. It's so beautiful. So quiet and calm ആയിട്ടുള്ളൊരു പ്ലേസ്. അപ്പം നിങ്ങൾക്കൊരു സിറ്റി ലൈഫിൽ നിന്നൊക്കെ ജസ്റ്റ് ഒരു ചേഞ്ച് വേണം. ഇത് നമ്മൾ ആദ്യം വന്നിട്ട് വെറുതെ പൈസ പോയോ എന്നുള്ളൊരു ഫീലായിരുന്നു. പക്ഷെ പിന്നെ ഓക്കെ ആയി. ഇപ്പം ഞാൻ ഓക്കെ ആയി. ലൈക്ക് സൂപ്പർ ഓക്കെ ആയി. ലൈക്ക് ഇന്നലെ ആ ഒരു ഫുഡ് കഴിക്കാൻ, ലൈക്ക് ഞാൻ ട്രെയിനിൽ കയറുമ്പോൾ ഫുഡ് കഴിക്കത്തില്ല, വെള്ളം കുടിക്കത്തില്ല. അപ്പം ഡീഹൈഡ്രേഷൻ ആയിട്ട് അങ്ങനെയൊക്കെ കുറേ പ്രോബ്ലംസ് ആയി. നല്ല ആകെ ഫുൾ സീനായിരുന്നു. ഇന്നിപ്പോൾ ഓക്കെ. ഇനിയിപ്പോൾ വർക്ക് ചെയ്യാനുള്ളൂ. വൈകിട്ട് എന്തായാലും പുറത്ത് പോകുമ്പോൾ ഐ വിൽ ഡെഫിനറ്റ്ലി വ്ലോഗ്. ഹായ് ഗായ്സ്. സോ ഞാനൊരു കുട്ടി ബ്രേക്ക് എടുത്തു. And now I'm having my breakfast. ഇത് ആക്ച്വലി 10:30. ഞാൻ രാവിലെ 7 മണിക്ക് എണീറ്റു. ആക്ച്വലി 7 മണിക്ക് അലാറം വെച്ചു. ഞാൻ 7 മണിക്ക് 6:45 എണീറ്റിട്ട് വിചാരിച്ചു 8 o'clock ആകുമ്പോൾ എണീക്കാന്ന്. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ഫ്രഷായിട്ട് കുറച്ച് പുറത്ത് വന്ന് നിന്ന് അപ്പം ലൈക്ക് ഇന്ന് എൻ്റെ വർക്ക് ഞാൻ അതുകൊണ്ട് നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. Now I'm taking a break. And you know what? ഞാൻ മോഗു ഭയങ്കര അഡിക്ഷനാണ്. എസ്പെഷ്യലി ദിസ് ഓറഞ്ച് ഫ്ലേവർ. ഐ ലവ് ഇറ്റ് സോ മച്ച്. ഞാനിപ്പോൾ എവിടെ പോയാലും മോഗു ഓറഞ്ച് കാണാറുണ്ട്. ലൈക്ക് ഇന്നലെ ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ മോഗു ഓറഞ്ച് മാത്രമേ കുറേ ഇരിപ്പുണ്ട്. ഹലോ നോ, ഇത് വേറെ ഫ്ലേവറൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല. സ്ട്രോബെറി ഓക്കേഷ്. വേറെ ലൈക്ക് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഇപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ലിച്ചി ട്രൈ ചെയ്യണം. അതർ ദാൻ ദാറ്റ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ നമ്മുടെ പോപ്പിൻസിൻ്റെ ആ ഒരു ഫ്ലേവറായിട്ടാണ് തോന്നിയിട്ടുള്ളൂ. ബട്ട് ദിസ് വൺ
So I'm having ഇന്നലത്തെ leftover noodles with some ketchup and yeah. രാവിലെ ഞങ്ങൾ എണീറ്റ് 5 o'clock എണീറ്റ് എവിടെയൊക്കെയോ പോയി, പിന്നെയും വന്ന് കിടന്നുറങ്ങി. പിന്നെ ഒരു 10 മണിയായിപ്പോൾ. ഇന്നത്തെ ക്ലൈമറ്റ് നല്ല അടിപൊളിയായിട്ട് കണ്ടുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു ലക്കി കാർഡ് കിട്ടി. ആൻഡ് ഇന്നൊരു ഫ്രീ വിസിറ്റ് ലൈക്ക് കോയിൻസിഡൻ്റലി കണ്ടതാണ്. സോ കർമ്മ ഗ്രൂപ്പ് നമ്മൾ ആ റിസോർട്ടിൻ്റെ അവിടെ ഫ്രണ്ട് ഇരിക്കുക. എന്താ സംഭവം എന്നൊന്നും അറിഞ്ഞൂടാ. കാർഡിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഇതൊക്കെ ഉണ്ട്, കൺഗ്രാജുലേഷൻസ് യുവർ വിന്നർ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താവോന്ന് അറിയില്ല, നോക്കാം. നമ്മളിപ്പോൾ ഉള്ളത് വാൽക്ക ബീച്ചിലാണ്. ഇഷ്ടപ്പെട്ട കാര്യം പറയാനാണെങ്കിൽ ഭയങ്കര ക്ലീൻ ആണ്. ആക്ച്വലി നമ്മളിങ്ങനെ വേസ്റ്റ് അങ്ങനെ ഒന്നും കാണത്തില്ല. ആൻഡ് ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ലൈക്ക് നമ്മളിന്നൊരു പേപ്പർ കീറിയപ്പോൾ ഒരു പേപ്പർ താഴെ വീണു, ഇപ്പോൾ ഒരാൾ വന്നത് എടുത്തു. കാരണം ഇവിടുത്തെ ആൾക്കാരും ഭയങ്കര മൈൻഡ്ഫുള്ളാണ്. സോ നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ വീണു പോയതാണ്. ബട്ട് അത് ഭയങ്കര ക്ലീനാണ്. പിന്നെ ഒരു കാര്യം ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ചാൽ ഭയങ്കര പട്ടി ശല്യമാണ്. ലൈക്ക് ഒരു പട്ടി കുറച്ച് എല്ലാം കൂടെ കൂട്ടത്തോടെ വന്ന് അറ്റാക്ക് ചെയ്യും. അതൊരു ഭയങ്കര ഡേഞ്ചറസ്. അപ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ഇന്നലെ ഞാൻ കോൾവ ബീച്ചിൽ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പട്ടി വന്നു. ഞാൻ ആകെ പേടിച്ചു പോയി. പക്ഷെ പട്ടിക്ക് ഐസ്ക്രീം കൊടുത്തപ്പോൾ പട്ടി പോയി. ലൈക്ക് വാലാട്ടി കാണിച്ചോളൂ, അറ്റാക്ക് ചെയ്യാൻ വന്നൊന്നുമല്ല. സ്നേഹത്തോടെ ക്യൂട്ടായിട്ടൊരു പട്ടി. ഇത് ഞാൻ പേടിച്ചു. എനിക്ക് പട്ടീനെ ഭയങ്കര പേടി. എനിക്ക് ഇഷ്ടമാണെങ്കിലും എനിക്ക് ഭയങ്കര പേടി. ഞാൻ അടുത്തോട്ടൊന്നും പോകത്തില്ല. അപ്പോൾ ഒരെണ്ണം കടിക്കാൻ വന്ന എല്ലാം കൂടെ കൂട്ടത്തോടെ അറ്റാക്ക് ചെയ്യും. ആൻഡേലുണ്ട്. സോ ആൻഡ് ഇത് ഓഫ് സീസൺ, അപ്പോൾ വലുതായിട്ട് കാണാനൊന്നുമില്ല. നിങ്ങൾക്കൊരു ഇവിടെ പൊല്യൂഷനും കാര്യങ്ങളൊന്നുമില്ല, നല്ല ഫ്രഷ് എയർ. അപ്പോൾ നിങ്ങൾക്ക് ഈ സിറ്റി വൈബ്സിൽ നിന്നൊക്കെ മാറിയിരിക്കണമെങ്കിൽ ഈ ടൈമിൽ വരാം. ലൈക്ക് നമ്മൾ ആരും കാണാത്ത ഗോവ ഏരിയയിലൊക്കെ വരുന്നത്. എനിക്ക് തോന്നുന്നില്ല ഗോവ എല്ലാവരും നോർത്ത് ഗോവ ലൈക്ക് ഭയങ്കര ഇതിനൊക്കെയല്ലേ പോകണം. ഈ സൈഡിലൊന്നും ആരും വരുമൊന്നുമില്ല, എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഇറ്റ്സ് റിയലി നൈസ്.
ഓൾവ ബീച്ചിൽ നിന്ന് നടന്ന് ഇങ്ങനെ ഫ്ലെക്സി കൂടി ചവിട്ടി ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ കുറച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടു. അപ്പം വിചാരിച്ചു ഇനി പോണ വഴിക്ക് എന്തെങ്കിലും കണ്ടാൽ വ്ലോഗ് ചെയ്യാമെന്ന് വെച്ചു. അടിക്കാൻ ശ്രമിക്കണ ചെറിയ സാധനമല്ലേ എന്നാലും വേണ്ട. താഴേക്ക് അത് പോണോ ജീവനം കൊണ്ട് അതെടാ എത്തുന്നില്ല. വണ്ടിന്റെ ഉള്ളിൽ പോയി. ബേജാറാക്കട്ടെ. അച്ചടാ സോ ക്യൂട്ട്. ആനിമൽ അബ്യൂസ് ആണ് അല്ലടാ. സോ സ്വീറ്റ്. രണ്ട് കൈ വെച്ചിട്ട് കുങ്ങിപ്പോകുന്നില്ല. നീ രണ്ട് കൈ ഒരു മണിയായി. നമ്മൾ ട്രിപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ എയർബിഎൻബി തന്നെ പറയുന്നില്ല. ഇവിടെ തന്നെ നമ്മൾ ലഞ്ച് പറഞ്ഞു. ബ്രെഡ് എടുക്കുക. നമ്മുടെ റൂം കാണിച്ചു തന്നില്ലല്ലോ. അത്രയും ലീറ്റൊന്നും അല്ല. എന്നാലും നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നിന്നാണ് കയറി വരുന്നത്. ആൻഡ് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജും ആൻഡ് അത് നമ്മൾ യൂസ് ചെയ്ത ചവറൊക്കെയാണ്. പ്ലീസ് ഡോണ്ട് മൈൻഡ്. ഇവിടെ ഒരു കെറ്റിൽ കാണാം, കുറച്ച് ഗ്ലാസും കാര്യങ്ങളൊക്കെ കാണാം. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കുറച്ച് കുപ്പികൾ മാത്രമേ ഉള്ളൂ. ഐ മീൻ വാട്ടർ ബോട്ടിൽസ് ഇല്ല, അതുമില്ല. സ്നിക്കേഴ്സ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇവിടെ ടി വി യൂണിറ്റ്, പിന്നെ അവിടെ നല്ല സ്പേഷ്യസ് ആണ് ആക്ച്വലി. ആൻഡ് വലിയ പെട്ടി തുറന്നു കിടക്കുന്നു ഗൈസ്. ഡോണ്ട് മൈൻഡ്. ഇവിടെ ഒരു ട്രാഷ് ക്യാൻ ഉണ്ട്. ഇവിടെ വർക്ക് ഏരിയ ഉണ്ട് ആക്ച്വലി. ആൻഡ് ഇതാണ് നമ്മുടെ ബെഡ് സ്പേസ്. പിന്നെ ഇവിടെ ഇരിക്കാം, കഴിക്കാം. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, പിന്നെ അവിടെ ഒരു സൈഡ് ടേബിൾ ഉണ്ട്. അവിടെ നമുക്ക് ചാർജൊക്കെ ചെയ്യാനുള്ള ഇതും പിന്നെ ആ ലാമ്പൊക്കെ ഉണ്ട്.
പിന്നെ ഇവിടെ ഡ്രസ്സിങ് ഏരിയ ആൻഡ് ഇവിടെ വാഷ്റൂമും വലിയ ഒന്നുമില്ല. ആൻഡ് ഇവിടെ നമ്മുടെ ബാൽക്കണി ആൻഡ് ഇത് മൊത്തം ഓപ്പൺ ചെയ്യാൻ ഭയങ്കര ലൈറ്റുള്ള സ്ഥലം കേട്ടോ. ഇതിപ്പോൾ ഞാൻ തുറക്കണമെങ്കിൽ ഞാൻ മുകളിലോട്ട് വലിഞ്ഞു കയറണം. 1 second. പൊക്കമില്ലായ്മ ഒരു കുറവായിട്ട് തോന്നുന്നുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കും. ബട്ട് എനിക്ക് എല്ലാവർക്കും വലിഞ്ഞു കയറാം. ആൻഡ് ഈ ഒരു ബാൽക്കണി ഇവിടെ തുണിയൊക്കെ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. ഫുൾ പൂളിൽ ഇറങ്ങിയ കാരണം ഉണങ്ങിയാലല്ലേ എടുത്ത് മടക്കി വെക്കാൻ പറ്റുള്ളൂ. ആൻഡ് നല്ല മഴയും നല്ല കാറ്റും, മഴക്കോള് വരുന്നുണ്ട്, നല്ല കാറ്റുണ്ട്, മഴ പെയ്യുന്നത്. സോ ഇതാണ് ഭയങ്കര കാമൻ ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ്. അത് ഭയങ്കര ഇഷ്ടമായി. ഒരു ചേഞ്ച് വേണ്ട അത്ര. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു അപ്പുറത്ത് അവിടെ ഒരു റൂമുണ്ട്, അതിലൊരു കണക്ഷൻ എടുക്കും. ഇവിടെ വെറുതെ ഒന്ന് ഇരിക്കാൻ നല്ല രസമാണ്. അവിടെ നിന്ന് കത്തി അടിക്കാൻ നല്ല രസമാണ്. അതിൻ്റെ ഇപ്പോൾ ഒരു കാറ്റും കൂടിയുണ്ട്, എല്ലാം പറന്നു ഉണ്ടായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ. ഇനി കുറച്ചുകൂടി വർക്ക് കൊണ്ട് ചെയ്യാൻ അത് ചെയ്യണം. നമ്മൾ 4:30 വെക്കേറ്റ് ചെയ്യും. ആക്ച്വലി നാളത്തേക്ക് വരെ എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ട്രെയിൻ 12 മണിക്ക്. അപ്പം നമ്മൾ റെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ വണ്ടി. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല അല്ലേ, വണ്ടി കാണിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ സ്കൂട്ടി റെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഇന്ന് 6 o'clock എടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എക്സ്ട്രാ 500 കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും അവിടെ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ എക്സിക്യൂട്ടീവ് ലൗഞ്ച് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ നേരത്തെ പോകുന്നത്. അത് ലൈക്ക് 2 hours 50 rupees. പിന്നെ ഓരോ എക്സ്ട്രാ അവർ യൂസ് ചെയ്യുന്നതിന് 60. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല, എല്ലാം സെയിം ആണ്. അതിന് 500 എടുക്കാം. ഇതാകുമ്പോൾ ഇനി പിന്നെ രാത്രി കൊണ്ടുപോയി കൊടുത്താൽ അവരിഞ്ഞ് മേടിച്ചില്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രശ്നം വരട്ടാന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ രാത്രി 11:45 11:50 എന്താണ് നമ്മുടെ ട്രെയിൻ ഉള്ളത്. നാളെ അവിടെ 2 മണിക്ക് എത്തും. പക്ഷെ സ്ലീപ്പറാണ്. എനിക്ക് AC അപ്ഗ്രേഡ് കിട്ടുമോയെന്ന് അറിയത്തില്ല. സ്ലീപ്പറിൽ എനിക്ക് പോകണം കൊടുത്തിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ നേരം ആദ്യം സ്ലീപ്പറായിരുന്നല്ലോ. പക്ഷെ കുറച്ച് ബാച്ചിലേഴ്സ് കയറിയിട്ട് ഭയങ്കര ഇടങ്ങേറാക്കി. കാരണം ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ട് തന്നെ കുറേ നാളായി. ഐ തിങ്ക് ഞാനൊരു 2 years രാജ് ഒരു 4 years എങ്കിലും ആയിക്കാണ്. ഹോട്ടൽ റൂം ക്ലീനാക്കി പോണ സൈക്കോ. ശരിയാണ്. Melt my heart. 봄에 향기 담은 그대를 보며 그냥 웃음만 짓게 돼. Don't know what to say. You were just like one spring day. 설레임을 주는 걸 언젠가부터였을까. 기다림의 끝에 너를 만났고 모든 게 새로 느껴져. Something in my heart. 이 맘 전하고 싶어. When you ring my valentine. Sunny day you make my dream come true. 행복한 너 그리고 나 우릴 비추고 With you by my side. 멈춘 시간 속 서로가 마주하는 이곳 I can see you through a little far away. 내게로 가서 melt your heart. 조금 서툴지만 이해해줄래.
영화 속에서만 보던 Just like shining star 서로 바라보는 이곳 I'll be always by your side Sunny day you make my dream come true 행복한 너 그리고 나 우릴 비추고 With you by my side